ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനും അമ്മ ഇന്ന് ഈ നട്ടപ്പൂരിൻ്റെ വെയിലത്ത് വെള്ളം കുപ്പിയിലെടുത്തിട്ട് എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ യാസിലില്ലേ ഫെറാറി വേൾഡ് വരെ പോകാമെന്ന് വെച്ചു. സത്യം പറഞ്ഞാൽ ഈ ഫെറാറി എന്ന് വെച്ചാൽ ഒരു കാറാണെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നത് തന്നെ. എനിക്ക് ഇങ്ങനത്തെ തന്നെ നല്ല വിവരമൊന്നുമില്ല, ഒന്നിനും വിവരമില്ല, എന്നാലും ഞാൻ പറയാം. അപ്പം നമ്മൾ വിട്ടു പോകാത്ത ശരത്താട്ടൻ നമ്മളെപ്പുറം വന്നിട്ടുണ്ടായിനി. പിന്നെ ശരത്താട്ടൻ നമുക്ക് വീഡിയോയിൽ എടുത്തിരുന്നുണ്ടായത്. ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ അവർ പറഞ്ഞിട്ടുണ്ടായിനി ഫുഡൊന്നും അലൗഡ് അല്ലാന്ന്. പിന്നെ സാധാരണ നമ്മളെങ്ങനെ പോയെന്ന് വെച്ചാൽ ഈ പ്രസവിച്ചവരെ കാണാൻ പോകുമ്പം ഫ്രൂട്ട്സ് എല്ലാം മേടിക്കൂലേ, അത്രയ്ക്ക് ഫ്രൂട്ട്സ് എല്ലാം എടുത്തിട്ടാണ് പോയിട്ടുണ്ടായത്. അവർ ബാഗ് ചെക്ക് ചെയ്തു, അപ്പോൾ ഇതൊന്നും പറ്റൂല എന്ന് പറഞ്ഞാൽ അവരെന്നെ ചിരിച്ചു പോയി നമ്മളെ കണ്ടിട്ട്. അങ്ങനെ അതെല്ലാം തിന്നിട്ടാണ് നമ്മൾ അവിടുന്ന് പോയിട്ടുണ്ടായത്. അങ്ങനെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു, നമ്മൾ അതിൻ്റെ അകത്ത് കയറി. അപ്പം നമ്മൾ നേരെ പോയത് എൻക്വയറിയിലേക്കാണ്. ആടെ പോയിട്ട് നമുക്ക് ആടെ ഒരു റൂട്ട് മാപ്പ് പോലത്തെ ഒരു പേപ്പർ തന്നിട്ടുണ്ടായിനി. ശരത്താട്ടൻ അതെല്ലാം നോക്കിയിട്ട് പോകുന്നുണ്ടായിന്, അതൊന്നും തിരിഞ്ഞിനൊന്നും എനിക്കറിയില്ല. അപ്പം നമ്മളെല്ലാവരും കൂടി ഇപ്പോൾ ഫെറാറി വേൾഡിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഡാഡിനോട് ചോദിക്കുക ഇതെല്ലാം കണ്ടിട്ട് എങ്ങനെയുണ്ട്. ഡാഡി ഡാഡി ഇതിപ്പോ കാണാൻ പോവാനാ വന്നത്. നമ്മളിത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇത് പെർ ഹെഡിന് 300 dirhams ആണ്. സോ ടോട്ടൽ 5 ആളുണ്ട്. നമ്മൾ 1500 dirhams ആയി ടിക്കറ്റിന്റെ പൈസ. ഇന്ന് വരും നാളെ പോകും, അല്ല ഇന്ന് പോകും നാട്ടിലത്തെ ക്യാഷ് ഇന്ന് പോകും നാളെ വരും. അങ്ങനെയാണ് നാട്ടിലത്തെ ക്യാഷ് കാൽക്കുലേറ്റ് 10-35 റുപ്യ. അത് സാറേ കാണുമല്ലോ തരാം. അപ്പൊ ശരത്താട്ടനുണ്ട്, ശരത്താട്ടൻ നമ്മളെ വിട്ടു പോകില്ല. ശരത്താട്ടാ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇവിടെ വേൾഡില്, ആദ്യമായിട്ടാണ് വരുന്നത് ഞങ്ങള്. അപ്പൊ എന്താണെന്നൊന്നും അറിയില്ല, കുറെ കാര്യങ്ങളുണ്ട്. എന്തായാലും ഞങ്ങള് ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട്. ഇപ്പോ ഞങ്ങൾ എന്തായാലും ഓരോ ഇതിൽ കയറി നോക്കട്ടെ, നോക്കിട്ട് കാണാം. അപ്പൊ അമ്മ ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരിക്കും അല്ലേ, കേറാം. അപ്പൊ നമ്മള് എന്തായാലും കേറി നോക്കാം, എന്നിട്ട് കുറച്ച് വീഡിയോ എടുത്ത് കാണിച്ചു. അപ്പോൾ നമുക്ക് ഒരു വീഡിയോ ഇവിടെ എടുക്കാൻ പറ്റൂല, നമ്മൾ ഫോൺ അടക്കം ഇവിടെ വെക്കണം എന്ന് അവർ പറയുന്നത്. അതുകൊണ്ട് ശശിയായി. അപ്പോൾ അതൊന്നും എനിക്ക് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റൂല. അപ്പോൾ ഇതെല്ലാം കയറി വന്നിട്ട് നിങ്ങൾ കാണിച്ചു തരാം. അപ്പം നമുക്കൊരു ലോക്കറെല്ലാം തന്നിട്ടുണ്ടായിന്. അവർ നമ്മളോട് ക്ലിപ്പെല്ലാം അയച്ചു നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിന്. അന്നേരം എനിക്കത് മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടാണ്. പിന്നെ അതിൻ്റെ സത്യം നമുക്ക് മനസ്സിലായി. പിന്നെ നമ്മൾ ആ റൈഡെല്ലാം കഴിഞ്ഞ് വന്നപ്പം എനിക്ക് ആ തൊണ്ടിൽ ഇടറിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഓഡിയോ കേൾപ്പിക്കാത്തത്. മറ്റേതിൽ കയറിയാ ഒന്ന് കേറിയിട്ട് തന്നെ ഒരു വഴിയായിട്ടുണ്ട് ഇപ്പൊ. ഓക്കെ, എന്റെ കൂടെ എന്റെ സിസ്റ്റർ ഉണ്ടായിരുന്നേ. കണ്ണും തുറന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ വിചാരിച്ച ആള് തട്ടിപ്പോയി. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ ഫോമുല റോസ എന്ന് പറഞ്ഞ ഒരു റൈഡിലാണ് കയറിയിട്ടുണ്ടായത്. തുടക്കം തന്നെ അങ്ങനെ ആയതുകൊണ്ട് എനിക്കിനി എല്ലാ റൈഡ് കയറാനും പേടിയായി എന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കലുണ്ടായത്. ഇത് കാണുന്ന പോലെയല്ല, ഇത് കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് അവർ മല്ലനെ എടുക്കൂലൂ, ജസ്റ്റ് ഇങ്ങനെ വ്യൂ എല്ലാം കാണിച്ചു തരും. പിന്നെ അങ്ങനെ ഒരു ഫാസ്റ്റ് പോകുമ്പോൾ നമ്മളെ എല്ലാം അടിമറയും, ആ ബോഡി അങ്ങനെ തന്നെ ഒന്ന് ഇളകും. പിന്നെ നമ്മൾ നേരെ പോയത് ബെല്ലിറ്റാലിയ എന്ന് പറഞ്ഞ ഒരു റൈഡിലാണ്. അത് അത്യാവശ്യം കുഴപ്പമില്ലാന്ന് വെച്ചിട്ടാണ് ധൈര്യത്തോടെ ഒന്ന് കയറിയത്. ഞാനും അമ്മയാണ് ആദ്യം കയറിയിട്ടുണ്ടായത്. ഇത് ജസ്റ്റ് അങ്ങ് ഇരുന്ന് കൊടുത്താൽ മതി, അത് താനേ പോകുന്ന കാറാണ്. ആദ്യത്തെ ഇതിൽ വെച്ചിട്ട് എനിക്ക് ഇത് നല്ല ബെറ്ററായിട്ട് തോന്നി. പിന്നെ അമ്മക്ക് സീറ്റ് ബെൽറ്റ് ഒന്നും ഇടാൻ കിട്ടിയിട്ടില്ല, അതാണ് ഞാൻ പെട്ടെന്ന് ചിരിച്ചത്. അപ്പോൾ ഇവിടുത്തെ വ്യൂ എല്ലാം നല്ല രസമുണ്ട്. നമുക്ക് ഇങ്ങനെ മല്ലനെ പോവുക, ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ വെച്ചാൽ ബെല്ലിറ്റാലിയ എന്ന് പറഞ്ഞ ഒരു റൈഡിലാണ് കയറിയിട്ടുള്ളത്. ഇങ്ങനെ കാർ ഓടിച്ച് പോകുന്നതാണ്. ഇത് വലിയ പേടിയില്ല. അമ്മയാണ് ഇപ്പോൾ കാർ ഓടിക്കുന്നത്. നമുക്ക് കാറിന്റെ ലൈസൻസ് വരെ ഇല്ലാത്ത അമ്മ ഇവിടെ ഓടിക്കുന്നുണ്ട്. എനിക്ക് ചിരി വരും. അമ്മേ വെറുതെ ഓടിച്ചോ? ബാക്കില് ഡാഡി ഉഷവിൽ നിന്ന് വരുന്നുണ്ട്, പിന്നെ ശരത്താടൻ ഒറ്റക്ക വരുന്നത്. ഞാൻ നിങ്ങൾക്ക് വ്യൂ കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വ്യൂ ഒന്നും ശ്രദ്ധിച്ചിട്ടേ ഉണ്ടായിട്ടില്ല. ഞാനിങ്ങനെ അമ്മേനോട് ഈ ഫോമുല റോസിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കലായിരുന്നു നേരത്തെ കയറിയ റൈഡിന്റെ. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നല്ലേ. അപ്പൊ നമ്മൾ ഏകദേശം ഇറങ്ങാനായിട്ടുണ്ട്. അമ്മ നല്ല രസമുണ്ട്, വന്നിട്ട് കുറച്ച് റിലാക്സ് ആയി. അപ്പോൾ മറ്റേല് കയറിയിട്ട് നേരെ നമുക്ക് ഇതിനകത്തേക്ക് വന്നാൽ കുറച്ചൊരു ആശ്വാസം ഉണ്ടാവും. ഇനി വേറെ അതിനെക്കാട്ടി വലിയൊരു സംഭവം ഉണ്ട്, അതിൽ ഞാൻ കയറുന്നില്ല, അമ്മയും കയറുന്നില്ല എന്ന് പറഞ്ഞത്. പക്ഷേ ഡാഡി ശരത്താട്ടനും കയറുന്നുണ്ട് എന്നാ പറയുന്നത്. കാണാം. നമ്മൾ തൊട്ട് പുറകെ തന്നെ ഡാഡി ഉഷയിലും ഉണ്ടായിന്. സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാ വന്നിട്ടുണ്ടായത്. പണ്ടത്തെ സിനിമയിലെ നടന്മാർ വരുന്ന പോലെ ഡാഡി വന്നിട്ടുണ്ടായത്. എന്തായാലും ഇത് പറയേണ്ടത് പറയണല്ലോ, ഡാഡി ഇത് കേട്ടാൽ എന്തായാലും എന്നെ വെച്ചേക്കൂല. പിന്നെ ഈ പെട്രോൾ കഴിയാനായ വണ്ടിയിൽ വരുന്ന പോലെയാണ് ശരത്താട്ടൻ്റെ വരവ് ഉണ്ടായത്. പിന്നെ ശരത്താട്ടൻ ഡാഡിയും കൂടെ ടർബോ ട്രാക്ക് എന്ന് പറഞ്ഞ റൈഡ് കയറി. ഇതിൽ നമ്മൾ കയറിയിട്ടുണ്ടായിട്ടില്ല, ജീവൻ നമുക്ക് വേണമല്ലോ. അടുത്ത നമ്മൾ ടയർ ട്വിസ്റ്റ് എന്ന് പറഞ്ഞ റൈഡിലാണ് കയറിയിട്ടുണ്ടായത്. ഇതൊരു ടയർ ഉണ്ടാവും, അതിൽ നമ്മൾ 5 ആൾക്കാരും കയറിയിട്ട് ജസ്റ്റ് ഒരു ഫാസ്റ്റിൽ മൂവ് ചെയ്യും, ഇത്ര തന്നെ.
ഇത് വലിയ തരക്കേട് ഉണ്ടായിട്ടില്ല. പിന്നെ ഇവിടെ ഫുഡെല്ലാം ഉണ്ടായി, നമ്മളൊന്നും കഴിച്ചിട്ടുണ്ടായിട്ടില്ല. പിന്നെ അടുത്ത റൈഡ് കയറിയത് ഇതാണ്. ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇതും നല്ല ഹൈറ്റ് പോയിട്ട് ഇങ്ങനെ പെട്ടെന്ന് താവും, അങ്ങനെ പോവും, അങ്ങനെ ഇതാണ്. ഞാൻ വിസ്മയ പാർക്ക് പോകുമ്പോൾ കയറിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത് അതിനെക്കാട്ടി കുറച്ച് ഹൈറ്റ് കൂടുതലാണ്. ¡Uh, la, la! ¡Oh, wow! ¡Oh, wow! Okay, test the crew one more time. അങ്ങനെ കുറേ നേരം റൈഡ് കയറിയോണ്ട് ഇനി വെറുതെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാന്ന് വെച്ചാൽ നമ്മൾ നടന്നു. അങ്ങനെ നമ്മൾ ഫെറാറി കാറിന് മുന്നിൽ നിന്നെല്ലാം കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. കാറിനെക്കുറിച്ച് വലിയ ധാരണയില്ലെങ്കിലും ഫോട്ടോ നമുക്ക് മസ്റ്റ് ആണല്ലോ. അങ്ങനെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് പിന്നെ ശരത്താട്ടനും ഡാഡിയും വേറൊരു റൈഡ് കയറാൻ പോയി. എനിക്ക് ഇതിൻ്റെ പേരും എനിക്ക് അത്ര ഓർമ്മയില്ല, എന്നാലും ഇവരെല്ലാ റൈഡിലും കയറിയിട്ടുണ്ടായി. നമ്മളാണ് അങ്ങനെ ഒന്നിലും കയറാത്തത്. ഞാൻ പിന്നെ ഇവർക്ക് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു കൊടുക്കാൻ നിന്ന്. പിന്നെ എനിക്ക് അതിശയിപ്പിച്ചതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു പിള്ളേർക്കും വലിയ പേടിയില്ല. എല്ലാ റൈഡിലും കയറുന്നത് നമുക്കായിട്ട് എത്രയോ ചെറിയ പിള്ളേരായിരിക്കാം, പക്ഷെ അവർക്ക് ഒരു പേടിയില്ല, അവരെല്ലാവരും കയറും. പക്ഷേ നമ്മളങ്ങനെയല്ല. എനിക്ക് ഈ ഹൈറ്റ് പേടിയാന്ന് സ്പീഡ് പേടിയാന്ന് എനിക്കിപ്പോൾ എല്ലാം ബോധിച്ചു. എനിക്ക് ബോധ്യമായി എനിക്കിപ്പോൾ ഏതെല്ലാം പേടിയെന്നുള്ളത്. പിന്നെ നമ്മൾ വിയാജിയോ ഇൻ ഇറ്റാലിയ എന്ന് പറഞ്ഞ റൈഡിലാണ് കയറിയത്. ഇതെന്ന് പറയുന്നത് നമ്മളൊന്ന് ഇരുന്ന് കൊടുത്താൽ മതി, നമ്മൾ നേരെ ഇറ്റലിയിലേക്ക് പറക്കുന്നില്ലാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഇതുവരെ ഇറ്റലി പോവാത്തവരും ഇനി പോകാൻ പറ്റുമോന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് ഇന്നൊന്ന് ഇറ്റലി വരെ പറക്കാന്ന് വെച്ചു. അപ്പം നമ്മളിപ്പോൾ വിയാജിയോ ഇൻ ഇറ്റാലിയ അങ്ങനെ തോന്നുന്നു പ്രൊണൗൺസ് ചെയ്യുക, കറക്റ്റ് അറിയില്ല. അപ്പം അതിൽ കയറിയിട്ടുണ്ട്. അത് നമ്മൾ ശരിക്കും ഒരു ഇറ്റലിയിൽ പോയ ഒരു ഫീല്, ഇങ്ങനെ പറക്കും മുകളിലേക്ക്. നല്ല രസം. എങ്ങനെ ഉണ്ടായി? അറിയാൻ പറ്റാത്ത വാക്കുകൾ. അടിപൊളി, ഇഷ്ടായി. വലിയ പേടിയില്ല, എന്നാലും എനിക്ക് പേടിയായിരുന്നു. നമുക്ക് പിന്നെ ഉഷവല്ലമ്മക്ക് പിന്നെ ഇത് പേടിയായോണ്ട് ഉഷവല്ലം ഇപ്രാവശ്യം കയറിയിട്ടാ. ശരത്തേട്ടാ ഇഷ്ടായിനാ? അടിപൊളിയായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ ഇത് സൂപ്പറാണ്. അപ്പൊ എന്തായാലും ഇനി ഇത് ക്ലോസ് ചെയ്യേണ്ട ടൈം ആവാനായി. ലാസ്റ്റ് ഒരു റൈഡും കൂടെ കയറാൻ പറ്റുമോ? പിന്നെ നമ്മൾ നേരെ പോയത് ബെന്നോസ് ഗ്രേറ്റ് റേസ് എന്ന് പറഞ്ഞ ഒരു റൈഡിലാണ്. പിന്നെ ഇതും കൂടി നമുക്ക് കയറാനുണ്ടായിട്ടില്ലോ. ആദ്യം കയറണ്ടെന്ന് വെച്ചതാണ്, കാരണം ഒരു പിള്ളേർക്ക് കളിക്കേണ്ട ഒരു സെറ്റപ്പ് പോലെ ഉണ്ടായത്. പിന്നെ എന്തായാലും ഇവിടുത്തം വരെ വന്നതല്ലേ, ഇതിലും കൂടെ കയറിയേക്കാന്ന് വെച്ചിട്ട് കയറിയതാണ്. ഇവിടെ ഒരു ജീപ്പ് പോലത്തെ സംഭവം ഉണ്ടാവുക. നമ്മൾ 4 ആൾക്കാർ കയറി, ഞാനും ശരത്താടനും പിന്നെ അമ്മയും ഡാഡിയും കൂടി അങ്ങനെ കയറിയത്. പിന്നെ ഉഷവലമ്മക്ക് പേടിയായതുകൊണ്ട് നമുക്ക് ആടെ പുറത്ത് നിർത്തിയിട്ടാണ് വന്നത്. പിന്നെ ആ ജീപ്പിൽ തന്നെ ഒരു സ്പാനർ പോലത്തെ സംഭവം ഉണ്ടാവും. അത് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം എലീനെ അടിക്കാനും മറ്റേ എന്തൊക്കെ വല മുറിക്കാനോ അങ്ങനെയൊക്കെ അവർ പറയും. അതനുസരിച്ച് നമ്മളിങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് നിൽക്കണം. അപ്പം ഒന്നുമല്ലാന്നില്ലേ ഒരു തരത്തിലാണ് നമ്മളെല്ലാം ഇങ്ങനെ കളിച്ചിട്ടുണ്ടായത്. ഈ റൈഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി. അമ്മക്കും ഡാഡിക്കും ശരത്താട്ടിനും എല്ലാവരും. നമ്മൾ ഒന്നും കൂടെ ഇതിലേക്ക് കയറാൻ പോകുന്നു. ഉഷയിൽ നമുക്ക് പേടിയായതുകൊണ്ട് ഇതിൽ കയറിയിട്ടുണ്ടായിട്ടില്ല. അപ്പൊ നമ്മൾ പോയിട്ട് ഇത് അത്ര വലിയ കുഴപ്പമില്ലാന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഒന്നും കൂടെ കയറാൻ പോകുന്നത്. നമുക്ക് ബെന്നോസ് റേസ് എന്ന് പറഞ്ഞ റൈഡ് ഇഷ്ടപ്പെട്ടു. ഉഷയിലുമൊക്കെ ഇഷ്ടമായി. അപ്പൊ നമ്മൾ 2 പ്രാവശ്യം കയറിയുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഡാഡി ഇഷ്ടമായി? ഡാഡി എന്തോ തിരക്കിലാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം എല്ലാവരും കയറി. ഇന്നത്തെ ദിവസം നല്ല ഇഷ്ടമായി, പക്ഷെ നല്ലോണം വിശക്കുന്നുണ്ട്. ഇനി നമ്മൾ ഫുഡും കൂടെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോകാം. ശരത്താട്ടാ എങ്ങനെയുണ്ട്? ശരത്താട്ടെന്ന് വെച്ചാൽ ആരെല്ലോ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കുന്നതാണ് ഇവിടെ പണി. എന്തായാലും ഇന്ന് മൊത്തത്തിലെല്ലാം ഇഷ്ടമായോ? അപ്പൊ നമ്മൾ ഇനി ഫുഡും കൂടെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പം നമ്മൾ ഗുഡ് ബർഗറിലെത്തി. നമ്മൾ സ്ഥിരം വരുന്ന സ്ഥലത്ത് തന്നെ എത്തിയത്. നമ്മൾ ഇന്ന് ഓർഡർ ചെയ്തത് ചാർക്കോൾ വിത്ത് റൈസാണ് ഓർഡർ ചെയ്തത്. അപ്പം അതൊന്നും മൊത്തത്തിൽ എടുക്കാനുള്ളൊരു ത്രാണി എനിക്കില്ല. ഞാൻ കാറിന്ന് നല്ലോണം ഉറങ്ങി. ഇനി ഇന്നത്തെ വ്ലോഗ് അത്രയേ ഉള്ളൂ. അപ്പം ഇന്നത്തെ ദിവസം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബായ്.